ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫിയിൽ നമ്മൾ 2021 മുതൽ 24 വരെയുള്ള PYQ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ SCRT, NCRT, കേരള ലിറ്റററി മിഷൻ, PSC ബുള്ളറ്റിൻ, ഈ 3 പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുമുള്ള എല്ലാ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഭൂപ്രകൃതി, അതേപോലെ തന്നെ കേരളത്തിന്റെ സ്ഥാനം, ജില്ലകൾ, അവരുടെ സവിശേഷതകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മക്കളെ, നിങ്ങളൊരു പേനയും അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് കൂടി ഒന്ന് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കാനായിട്ട് മാത്രം നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് എന്ന ലെവലിൽ എഴുതിയെടുത്താൽ മതി. ബാക്കിയെല്ലാം ക്രിസ്റ്റൽ ക്ലാരിറ്റി ക്ലിയറോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് കേരളത്തിന്റെ മാപ്പ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഇപ്പൊ നമ്മൾ ഇന്ത്യ എടുത്ത് നോക്കി, ആ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് നമ്മുടെ കേരളം എന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. അക്ഷാംശ സ്ഥാനം PSC ചോദിക്കാറുണ്ട്. അക്ഷാംശ സ്ഥാനം കേരളത്തിന്റെ അത് 8 ഡിഗ്രി 17 സെക്കൻഡ് 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്ഷാംശ സ്ഥാനം കേരളത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. രേഖാംശ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 കിഴക്ക് വരെയാണ്. 12 സെക്കൻഡ് കിഴക്ക് വരെയാണ് കേരളത്തിന്റെ രേഖാംശ സ്ഥാനം. PSC അങ്ങനെ ചോദിക്കാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല. ഇപ്പൊ ഈ റീസെന്റ് നടന്ന എക്സാമിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ കേരളത്തിന്റെ വിസ്തീർണത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ, വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 38,863 കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്? അതാണ് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്ര സ്ക്വയർ മൈൽസിൽ നോക്കിക്കഴിഞ്ഞാൽ 15,005 സ്ക്വയർ മൈൽസ് ആണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിസ്തീർണം ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 38,852 ചതുരശ്ര കിലോമീറ്റർ ആണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ രേഖകൾ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ ഓപ്ഷനിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എന്ത് ചെയ്യുക, ഉത്തരമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18%. ഓക്കെ, 1.18%. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 560 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇന്ത്യയുടെ എത്രയാണുള്ളത്. അതേപോലെ തന്നെ കേരളത്തിന്റെ തെക്ക് അതേപോലെ തന്നെ വടക്ക്, ഇത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എത്രയാണ് കേരളത്തിന്റെ ദൂരം എന്ന് ചോദിച്ചാൽ 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ കടൽ തീരം. ഓക്കെ, അപ്പോൾ കടൽ തീരം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ തീരം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ ഒരു 2 കിലോമീറ്ററും തമ്മിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. തെക്ക് വടക്ക് ദൂരമാണ് എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ കുറവ്, കേരളത്തിന്റെ കടൽ തീര നീളത്തിനെ അപേക്ഷിച്ച്. അപ്പൊ 560 തെക്ക് വടക്ക് ദൂരവും 580 കടൽ തീരവും. ഓക്കെ, ഇനി ചില PSCയിൽ എന്താണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം 590 ആണ്. അപ്പോൾ ഓപ്ഷനിൽ 580 തന്നെയാണ് ഇപ്പോഴും PSC എന്ത് ചെയ്തേക്കണത്, അംഗീകരിച്ചേക്കണത്. ഓക്കെ, അപ്പൊ 580 തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക,
അപ്പോൾ നിങ്ങൾ നിലവിൽ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 590 ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 13ാമത്തെ സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ 28 സംസ്ഥാനങ്ങളുടെ ഇടയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 13 വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ അത് 21. ഓക്കെ, അപ്പോൾ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 21. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്, 13. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്, 21. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് 13. രണ്ടും മാറി പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5 ചോദിച്ച ചോദ്യമാണ് എന്ത്, കേരളത്തിലെ കടൽ തീര ദൈർഘ്യം എത്രയാണെന്നുള്ളത്. അത് എത്രയാ, 580 കിലോമീറ്റർ ആണ്. അപ്പൊ കേരളത്തിന്റെ ഈ കാണുന്ന കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിർത്തികൾ നോക്കാം. ഓക്കെ, കേരളത്തിന്റെ അതിർത്തികൾ, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ, ഈ പറയുന്ന കർണാടക, അത് ഈ കിടക്കുന്നു കർണാടക, അതേപോലെ തന്നെ തമിഴ്നാട്. ഓക്കെ, അപ്പൊ കർണാടകയും തമിഴ്നാടുമാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കർണാടക, അതേപോലെ തന്നെ തമിഴ്നാട്. ഇനി കേരളത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്ക് ഭാഗം ഏതാ, അത് തമിഴ്നാടാണ്. ഓക്കെ, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാലും ഏത് തന്നെയാ, തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗത്ത് ആരാണ്, തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ എന്ത്, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ആരാണ്, കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാന്ന് ചോദിച്ചാൽ അതാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, കിഴക്ക് ഭാഗത്ത് ആണ് എന്തെന്ന് പറയുന്നത്, പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വടക്ക് കർണാടക, തെക്ക് എന്ന് പറയുന്നത് ഏതാണ്, തെക്ക് തമിഴ്നാടാണ്. വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്. അതേപോലെ തന്നെ പടിഞ്ഞാറ് എന്ന് പറയുന്നത് എന്താണ്, പടിഞ്ഞാറ് അറബിക്കടലാണ്. അതേപോലെ തന്നെ കിഴക്കെന്ന് പറയുന്നത് ഏതാണ്, കിഴക്കെന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രിയാണ് കിഴക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തു വച്ചേക്കുക. കാരണം ഒത്തിരി തവണ PSC എന്ത് ചെയ്തേക്കണെയാണ്, ഇത് ചോദിച്ചേക്കണ കാര്യമാണ്. ഓക്കെ, അപ്പോൾ വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് ബാഹി അല്ലെങ്കിൽ അറബിക്കടല്, കിഴക്കെന്ന് പറയുന്നത് ഏതാണ്, സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, കർണാടക. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലോ, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒന്നും അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത്, ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴ എന്താണ്, മറ്റുള്ള ജില്ലകളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അതായത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ഒന്നാമത്തെ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഏതെന്ന് പറയുന്നത്, കോട്ടയം. ഓക്കെ, രണ്ടാമത്തെ കോട്ടയമാണ്. കോട്ടയം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് എന്തില്ല, അതിർത്തിയില്ല. അടുത്ത ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോടും എന്ത് ചെയ്യുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കാത്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഓർത്തു വെച്ചോ, 1 മാർക്കാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ, തമിഴ്നാട് അതേപോലെ തന്നെ കർണാടക. ഓക്കെ, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഏത്, തമിഴ്നാടും അതേപോലെ തന്നെ എന്താണ്, കർണാടകയുമായിട്ട് അതിർത്തി. ഓക്കെ, തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഏതെന്ന് പറയുന്നത്, വയനാട്. ഓക്കെ, താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയാണ്. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. തമിഴ്നാട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുത്തങ്ങയാണ്. ഓക്കെ, അപ്പോൾ തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്, മുത്തങ്ങ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ, അപ്പൊ ഈ കാണുന്ന കർണാടകയാണ്. കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ, കാസർഗോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട് കണ്ണൂരുണ്ട്, പിന്നെ ഏതാണ്, വയനാട്. ഓക്കെ, അപ്പോ എന്താണ്, കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാട്, കണ്ണൂര്, കാസർഗോഡ്. മനസ്സിൽ എപ്പോഴും നമ്മുടെ ഈ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ തന്നെ
നമുക്കൊരു 100% എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി അതിന്റെ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി തമിഴ്നാടുമായിട്ട് ഈ പറയുന്നതേ കിടക്കുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ മക്കളെ? ഒന്നാമത്തേത് വയനാട്. ഓക്കെ, വയനാട് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ്? മലപ്പുറം. ഓക്കെ, മലപ്പുറം ആരുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്? നിലവില് തമിഴ്നാടുമായിട്ട് മലപ്പുറം ഉണ്ട്. അതേപോലെ പാലക്കാട് കിടക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ കുറച്ച് ഭാഗമുണ്ട്, തൃശ്ശൂര്. അതേപോലെ തന്നെ ഏതാണ്? പാലക്കാട് ഉണ്ട്, പാലക്കാട്. ഓക്കെ, അപ്പൊ തൃശ്ശൂര്, പാലക്കാട് കിടക്കുന്നു. പാലക്കാടിന്റെ ചിറ്റൂർ, ഈ ഭാഗമൊക്കെ തമിഴ്നാട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് എന്ന് പറയുന്നത് എറണാകുളവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ ആരുമായിട്ട്? തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. അതേപോലെ അടുത്ത ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? എറണാകുളം. അതേപോലെ തന്നെ എന്താണ്? ഈ പറയുന്ന ഇടുക്കി, അടുത്തത് പത്തനംതിട്ട, അടുത്തത് കൊല്ലം, അതേപോലെ തന്നെ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ എന്താണ്? തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ: ഒന്നാമത്തെ വയനാട്, രണ്ടാമത്തെ മലപ്പുറം, മൂന്നാമത്തെ പാലക്കാട്, നാലാമത്തെ തൃശ്ശൂര്, അഞ്ചാമത്തെ എറണാകുളം, ആറാമത്തെ ഇടുക്കി, ഏഴാമത്തെ പത്തനംതിട്ട, എട്ടാമത്തെ കൊല്ലം, ഒമ്പതാമത്തെ തിരുവനന്തപുരം. അപ്പൊ ഇത്രയും ജില്ലകളുമായിട്ട് തമിഴ്നാട് എന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകൾ. അപ്പൊ കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വയനാടാണ്, രണ്ടാമത്തെ ഏതാണ്? പാലക്കാട്, മൂന്നാമത്തെ ഏതാണ്? കോട്ടയം. ഓക്കെ, കോട്ടയം ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ്? കോട്ടയം, അടുത്ത് വരുന്നതാണ് ഏത്? കോട്ടയം ഉണ്ട്. അതേപോലെ തന്നെ ഇടുക്കി ഉണ്ട്, ഇടുക്കി. ഓക്കെ, ഇടുക്കി, പിന്നെ ഏതാണ്? ഇടുക്കി ഉണ്ട്, പിന്നെ പത്തനംതിട്ട. ഓക്കെ, അപ്പോൾ ഇത്രയും 4 ജില്ലകൾ. അപ്പോൾ പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, വയനാട്. അപ്പോൾ ഇത്രയും ജില്ലകൾ, 5 ജില്ലകൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്ന് പറയുന്നത് 5 ജില്ലകളാണ്: വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കോട്ടയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി എന്താണ്? പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് ഏതെന്ന് പറയുന്നത്? കോട്ടയം എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരേ ഒരു ജില്ലയായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഏതാണ്? അത് നമ്മുടെ ഏതാണ്? കേരളത്തിലെ ഒരേ ഒരു ജില്ലയായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ്: ഒന്ന് കാസർഗോഡ്, രണ്ടാമത്തെ ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ കാസർഗോഡും അതേപോലെ തന്നെ എന്താണ്? തിരുവനന്തപുരവുമാണ് ഒരേ ഒരു ജില്ലയുമായി മാത്രം എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? മാഹി എന്ന് പറയുന്നത്. ഓക്കെ, മാഹി അല്ലെങ്കിൽ പുതുച്ചേരി. ഓക്കെ, അപ്പോൾ കേരളത്തില് എന്താണ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമായി ആയ സ്ഥലമാണ് പുതുച്ചേരി, മാഹി. മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശത്ത് എന്താണ്? കോഴിക്കോട് ജില്ലയും ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ല. ഓക്കെ, മാഹിയുടെ 3 വശത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാഹി. ഈ കാണുന്നതാണ് മാഹി, പുതുച്ചേരി. അപ്പൊ ഇതിന്റെ എന്താണ്? നിലവില് മാഹിയുടെ എന്താണ്? 3 വശത്ത്. ഓക്കെ, അപ്പൊ മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശത്ത് മാത്രം ഏതാണ്? കോഴിക്കോട് ജില്ലയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശത്ത് ഏത് ജില്ലയാണ്? നമ്മുടെ ഒരു വശത്ത് കോഴിക്കോട് ജില്ലയുമാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഭൂപ്രകൃതിയിലേക്ക് പോകാം. അതായത് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മക്കളെ? 3ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മലനാട്, ഇടനാട്, അതേപോലെ തന്നെ തീരപ്രദേശം. ഫസ്റ്റ് വരുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്, അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മലനാട് എന്ന് പറയുന്നത്. മലനാട് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ഏറ്റവും എന്താണത്? ഈ ഭാഗത്തേക്കടെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്?
മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതാണ് ഇതിൻ്റെ അകത്ത് ഇടനാട് എന്ന് പറയുന്ന അതിനുശേഷം വരുന്ന സ്ഥലമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരും, അതാണ് ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സെഗ്മെന്റിൽ വരുന്നത് ഇതിൽ കൂടെ വരുന്ന സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത് തീരപ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിന്റെ എന്താണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം എന്ന് ചോദിച്ചാൽ 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് മലനാട്, രണ്ടാമത്തെയാണ് ഇടനാട്, മൂന്നാമത്തെയാണ് തീരപ്രദേശം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മലനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഈ കാണുന്ന ഇതിലൂടെയാണ് മലനാട് വരുന്നത്, ഏറ്റവും മുകളിലത് ഈ വശം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്ന മലനാട്, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടിന്റെ എന്താണ് ശതമാനം എത്രയാന്ന് ചോദിച്ചാൽ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48%. ഓക്കെ, കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മുകളിൽ കൂടെ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് മലനാട്. ഇതിന്റെ ഉയരം എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ 900 മീറ്റർ ആണ്. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മലനാട് സ്ഥിതി ചെയ്യുന്നത്. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലനാടാണ്. സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ലയാണ്. അപ്പോൾ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റക്കൊരു ജില്ലയേ ഉള്ളൂ. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? അതായത് മലനാട് ഒന്നും ഉൾപ്പെടാത്തതാണ് നമ്മുടെ സ്വന്തം ഏത് ആലപ്പുഴ എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ PSC ചോദിച്ചാണ്. അത് 2640 മീറ്റർ ഉയരമുള്ള ഇടുക്കിയിലെ മീശപ്പുലിമലയാണ് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല, ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ് അതിന്റെ ഉയരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2600 മീറ്റർ ആണ്, അല്ലെങ്കിൽ 8861 അടിയാണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് മീശപ്പുലിമല. ചില ഔദ്യോഗിക രേഖകളിൽ അഗസ്ത്യകൂടമെന്നും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് തൽക്കാലം എന്ത് ചെയ്താൽ മതി മീശപ്പുലിമല പഠിച്ചാൽ മതി. മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം. ഓക്കെ, അപ്പോൾ മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം. വയനാട്. ഓക്കെ, അപ്പോൾ വയനാട് കൂർഗ് അതിർത്തി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. കേരളത്തിൽ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് തേയില, അതേപോലെ തന്നെ കാപ്പി. ഈ ഭാഗത്തേക്കാണ് എന്തെന്ന് പറയുന്നത് മലനാട് വരുന്നത്. അപ്പൊ ആ ഭാഗത്ത് എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്? തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെയാണ് മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വനമണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് തേയില, കാപ്പി, സുഗന്ധ ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ PSC റീസെന്റ് ചോദിച്ചാണ് LDC എക്സ് സർവീസ്മാൻ ഓൺലി 2021 ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞാണ് മലനാട്, ഇടനാട്, മരുപ്രദേശം, തീരപ്രദേശം. അപ്പോൾ ചാടിക്കേറി എന്ത് ചെയ്യരുത്, തെറ്റ് അടിക്കരുത്. ഏതാണ്? മരുപ്രദേശമാണ് അതിൻ്റെ അകത്ത് എന്ത് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ്? ദോഡാപേട്ടയാണ് ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, പക്ഷെ എന്താണ് നമ്മൾ മീശപ്പുലിമല പറഞ്ഞത് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് മീശപ്പുലിമല എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അഗസ്ത്യർകൂടത്തിനെ കുറിച്ച്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യർകൂടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ എവിടെ? തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക്. 2016 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ലോക ജൈവ മണ്ഡല ശൃംഖല ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യർകൂടം എന്ന് പറയുന്നത്. സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. അപ്പോൾ സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല. ഒന്നാമത്തേത് ഏതാന്ന് ചോദിച്ചാൽ അത് നീലഗിരി ബയോസ്ഫിയർ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഏതാന്ന് ചോദിച്ചാൽ അഗസ്ത്യമല എന്താണ്?
സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. ഒന്നാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നാമത്തെ നീലഗിരി ബയോസ്ഫിയർ റിസർവ്, 10ാമത്തെ ജൈവമണ്ഡലമാണ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്നത് ഏതാണ്? അഗസ്ത്യമല. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2001 സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എത്രയാ ചോദിച്ചാൽ 1868 സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്റർ ആണ്, അല്ലെങ്കിൽ 6128.6 അടിയാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട്, തിരുവനന്തപുരം. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി എന്ന് പറയുന്നത്. അപ്പൊ താമ്രപർണി അഗസ്ത്യാർമലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? താമ്രപർണി എന്ന് പറയുന്നത്. താമ്രപർണി എവിടെയാ? തമിഴ്നാടാണ്. ഓക്കെ, അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളാണ് കരമന, നെയ്യാർ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെയ്യാറ, പേപ്പാറ, ശെന്തുരുണിയാണ്. ഓക്കെ, ഇനി എന്താണ് ആനമുടിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി. ആനമുടിയുടെ ഉയരം PSC അത്രത്തോളം ഇഷ്ടപ്പെട്ടാണ് ഒത്തിരി തവണ PSC ചോദിച്ചേണ്ടത്. ഏതാണെന്ന് ചോദിച്ചാൽ 2695 മീറ്റർ ആണ്, അല്ലെങ്കിൽ 8842 ഫീറ്റ് ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. 1862 ആര് ഇത് കൃത്യമായി രേഖപ്പെടുത്തിയത്? ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ ദേവികുളമാണ്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാന്ന് ചോദിച്ചാൽ അത് പളനിമലയാണ്. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. ആനമല, പളനിമല, ഏലമല എന്നീ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. അപ്പോൾ ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? അത് നമ്മുടെ നീലഗിരിയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, നീലഗിരിയാണ് അത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട മലകൾ നോക്കിക്കഴിഞ്ഞാൽ അഗസ്ത്യർകൂടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യർകൂടം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. റോസ് മലയാണെങ്കിൽ കൊല്ലമാണ്. ശബരിമല പത്തനംതിട്ട. അതേപോലെ പുച്ചിമല എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട. ചരൽക്കുന്ന് പത്തനംതിട്ട. ദേവിമല ഇടുക്കിയാണ്. ആനമുടി ഇടുക്കി. മീശപ്പുലിമല ഇടുക്കിയാണ്. അതേപോലെ കുമരിക്കൽ അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ചെന്താവര ഇടുക്കി. ശിവഗിരിമല ഇടുക്കി. പാലപ്പിള്ളി തൃശ്ശൂരാണ്. തിരുവില്ലാമല തൃശ്ശൂരാണ്. മാമ്പാറ അതായത് രാജാസ് ക്ലിഫ് എന്ന് പറയുന്ന പാലക്കാട്. മല്ലീശ്വരൻ മുടി പാലക്കാട്. അമ്പുകുത്തിമല വയനാട്. ബാണാസുരസാഗർ വയനാട്. ബ്രഹ്മഗിരി വയനാട്. ചെമ്പ്രാംകൊടുമുടി വയനാട്. ഇനി അരിമ്പ്ര കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ അരിമ്പ്ര കുന്നുകൾ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അത് ഉത്തരം ഒന്ന് പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ തൃശ്ശൂര്, അതേപോലെ തന്നെ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂര്. ഓക്കെ, അപ്പോൾ എന്താണ് അരിമ്പ്ര കുന്നുകൾ എവിടെയാണ് താഴെ പറയുന്നവയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് വെള്ളാരിമല കോഴിക്കോട്, പൈതൽമല കണ്ണൂര്, പുരളിമല കണ്ണൂര്, ഏഴിമല കണ്ണൂര്, റാണിപുരം കാസർഗോഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചുരങ്ങളിലേക്ക് പോകാം. ചുരങ്ങള് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 വയനാട് ചുരം, താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട്, വയനാട്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം, വയനാട് ചുരമാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത്. കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് അരുവാമൊഴി ചുരം എന്ന് പറയുന്നത്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. അടുത്ത് നമുക്കറിയാം പാലക്കാട് ചുരം. ഓക്കെ, പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ചുരം നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണെന്ന് ചോദിച്ചാൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി എന്ന് പറയുന്നത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും അതേപോലെ തന്നെ എന്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ എങ്ങോട്ടേക്ക് കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ഓക്കെ, അപ്പോ പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? 30-40 കിലോമീറ്റർ ആണ് പാലക്കാട് ചുരത്തിന്റെ വീതി. 30-40. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണ കാറ്റിനെ എങ്ങോട്ടേക്ക് കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാന്ന് ചോദിച്ചാൽ അത് 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത PSC ചോദിക്കാറുണ്ട്. NH 766 ആണ്. NH 766. ആര്യങ്കാവ് ചുരത്തിലൂടെ അല്ലെങ്കിൽ ചെങ്കോട്ട ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാന്ന് ചോദിച്ചാൽ അത് NH 744 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85 എന്ന് പറയുന്നത്. നാടുവാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറമാണ്. ഓക്കെ, മലപ്പുറത്താണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം. കേരളത്തിലെ മറ്റ് പ്രധാന ചുരങ്ങളാണ് കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം. ചുരങ്ങളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും PSCക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിൻ്റെ ഒന്നാമത്തെയാണ് പാലക്കാട് ചുരം. പാലക്കാട് കോയമ്പത്തൂരാണ് പാലക്കാട് ചുരം. താമരശ്ശേരി ആണെങ്കിൽ കോഴിക്കോട് മൈസൂർ ആണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് മൈസൂർ. ആര്യങ്കാവ് പുനലൂർ ചെങ്കോട്ട. പെരിയ ചുരം മാനന്തവാടി മൈസൂരാണ്. പേരമ്പാടി കണ്ണൂർ കൂർഗാണ് പേരമ്പാടി ചുരം, കണ്ണൂർ കൂർഗ്. പാൽച്ചുരം വയനാട് കണ്ണൂര്. ബോഡി നായ്ക്കന്നൂർ ഇടുക്കി മധുരൈ കൊച്ചി തേനി. ഇനി ആലുവാമൊഴി എന്ന് പറയുന്നതും എവിടെയാണ്? അതായത് ഇടുക്കി മധുര മുതൽ ആലുവാമൊഴി വരെയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ബോഡി നായ്ക്കന്നൂർ എന്ന് പറയുന്നത്. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂരാണ്. കമ്പം ചുരം തൊടുപുഴ തേനിയാണ്. ഇനി കർക്കൂർ ചുരം ഏതാന്ന് ചോദിച്ചാൽ കേരളം നീലഗിരി ജില്ലയാണ്. കർക്കൂർ ചുരം കേരളം നീലഗിരി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. LGS പ്രിലിം സ്റ്റേജ് സെക്കൻഡ് 2023 ചോദിച്ചൊരു ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്നുള്ളതാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഇനി നമുക്ക് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. പ്രധാന പീഠഭൂമികളാണ് വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി. ഇത്രയാണ് പ്രധാനപ്പെട്ട പീഠഭൂമികൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇടനാടിനെ കുറിച്ചാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ എന്താണ് മലനാട്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന ഈ സെന്റർ മുതൽ ഇത് ഇങ്ങനെ വരുന്ന സംഭവമാണ് എന്ന് പറയുന്നത് ഇടനാട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ഒരു ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമായി ചോദിച്ചാൽ 42%. സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ഇടനാടിനാണ്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം പ്രത്യേകതയായി വരുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇടനാട് എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മണ്ണ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് പഠിച്ചതാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏകദേശം 65% അധികം കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് മണ്ണിനമാണെന്ന് ചോദിച്ചാൽ അതാണ് ഏത് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വടക്കൻ കേരളത്തിൽ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് കുന്നുകൾ, അതായത് ചെങ്കൽ കുന്നുകൾ എന്നാണ് അതിന്റെ മലയാളം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് മലപ്പുറമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSIയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ജിയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ലംഹേദ ഗ്രാമമാണ്. മധ്യപ്രദേശിലെ
ജബൽപൂർ ജില്ലയിലാണ് ഈ പറയുന്ന ലംഹേദ ഗ്രാമം. വർക്കല ക്ലിഫ് ഇതുവരെ GSI അംഗീകാരം ലഭിച്ചിട്ടില്ല. കേരളത്തിന്റെ ഇടനാട് മേഖല കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, കാപ്പി, ചേന. ഇതൊക്കെയാണ് കേരളത്തിലെ ഇടനാട് മേഖലയിൽപ്പെട്ട കർഷകര് കൃഷി ചെയ്യുന്ന വിളകൾ എന്ന് പറയുന്നത്. അവസാനത്തെ ഭൂപ്രകൃതി വിഭാഗത്തിൽ അവസാനത്തെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. എന്താണ് തീരപ്രദേശം? അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ 10% മാത്രമാണ് എന്തുള്ളൂ തീരപ്രദേശമുള്ളൂ. അപ്പൊ 48% എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 48% ഏതാണ്? അത് മലനാട്. 42% ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടനാട്. ഇനി എത്രയാണ്? 10% ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഓക്കെ, അപ്പോൾ തീരപ്രദേശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് അത് കുട്ടനാടാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, അതേപോലെ തന്നെ തെങ്ങ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണ്ഡലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരമാണ് കൊളാവിപ്പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, PSCകാരുടെയൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കടലാമകളുടെ പ്രജനനത്തിന്റെ കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം, കൊളാവിപ്പാലം. കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം. അപ്പോൾ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് LGS യൂണിവേഴ്സിറ്റി 2023 ചോദിച്ചാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? തോറിയമാണ്. തോറിയം ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 5. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് വെറും 5 എണ്ണമാണുള്ളത്. കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 5 എണ്ണം പഠിച്ച ബാക്കിയുള്ളത് എന്താണ്? കടൽ തീരം ഉള്ളതാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് ഏതൊക്കെ? പത്തനംതിട്ടയിൽ എന്തില്ല? കടൽ തീരമില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് പത്തനംതിട്ട. ഇനി കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയം. ഓക്കെ, കോട്ടയത്തിന് കടൽ തീരമില്ല. അടുത്തതാണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കി എന്ന് പറയുന്നത്. അടുത്തതാണ് ഏത്? പാലക്കാട്. ഓക്കെ, അടുത്തത് പാലക്കാട്. അടുത്തതാണ് ഏതെന്ന് പറയുന്നത്? വയനാട്. ഓക്കെ, വയനാട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ജില്ലകളിലാണ് നിലവിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏത് ജില്ലയാ? അത് കണ്ണൂരാണ്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. ഏറ്റവും കുറവ് കടൽ തീര പ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കൊല്ലം എന്ന് പറയുന്നത്. കടൽ തീര പ്രദേശം ഏറ്റവും കുറവ് ആർക്കാന്ന് ചോദിച്ചാൽ അത് കൊല്ലത്തിനാണ്. ഓക്കെ, കൊല്ലം. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂരാണ്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആലപ്പുഴയാണ് ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഓക്കെ, ഇനി നമുക്ക് പ്രധാന ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ആണ്. പാപനാശം എവിടെയാണ്? പാപനാശം വർക്കല, ശംഖുമുഖം, കോവളം, തിരുവനന്തപുരം. തങ്കശ്ശേരി ബീച്ച് തിരുമുല്ലവാരം, അഴീക്കൽ, കൊല്ലം. തുമ്പോളി, തൈക്കൽ, പുറക്കാട്, ആലപ്പുഴ. ചെറായി, എറണാകുളം. ചാവക്കാട്, സ്നേഹതീരം, മുനക്കൽ, വാടാനപ്പള്ളി, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. അതേപോലെ തന്നെ പടിഞ്ഞാറേക്കര, വക്കാട്, പൊന്നാനി, മലപ്പുറം. മാറാട്, കാപ്പാട്, ബേപ്പൂർ, കോഴിക്കോട്. പയ്യാമ്പലം, ധർമ്മടം, മുഴപ്പിലങ്ങാട്, കണ്ണൂര്. ബേക്കൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ബേക്കൽ എവിടെയാണ്? കാസർഗോഡാണ് ബേക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ,
നമുക്കറിയാം ചാകര എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കാവുന്നതാണ് ചിലപ്പോൾ PSCക്ക്. ചാകര എന്താണ്? ചാകര എന്ന് പറയുന്നത് മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ചാകര എന്ന്. അപ്പോ എന്താണ്? അതായത് മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടിയുണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും ചാകര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി അടിഞ്ഞു കൂടിയിട്ട് എന്താണ് ഈ ചെളികള് എന്താണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മീനുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നതിനാണ് ചാകര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരമേഖലയിലാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് കൊല്ലത്താണ്. അപ്പൊ അത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. ഇനി നമുക്കറിയാം കോൾനിലങ്ങള് തൃശ്ശൂര് മലപ്പുറത്താണ് കേരളത്തിലെ കോൾനിലങ്ങൾ കാണപ്പെടുന്നത്. എന്താ കോൾനിലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾനിലങ്ങൾ. കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെയാണ് കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ കോൾനിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയാണ് പുഴയ്ക്കൽ പുഴ, അതായത് താണിക്കുടം പുഴ. തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ എന്ത് പുഴയ്ക്കൽ പുഴ എന്ന് പറയുന്നത്. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് കോൾനിലങ്ങള്. കോൾനിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകത അമ്ല സ്വഭാവം, ഇരുമ്പിന്റെ അലൂമിനിയത്തിന്റെയും അംശം, എക്കൽ മണ്ണിന്റെ സ്വഭാവം. കേരളത്തിൽ കോൾനിലങ്ങൾ എന്താണ്? പുഞ്ച സമയത്താണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ കോൾനിലങ്ങൾ പുഞ്ച സമയത്താണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുൽപാദക മേഖലയാണ് കോൾനിലങ്ങൾ. തൃശ്ശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ പൊക്കാളി കൃഷി വ്യാപകമായി ചേരുന്നു. ഒരാളോളം പൊക്കത്തിന്റെ വളരുന്ന ലവണ പ്രതിരോധ ശേഷിയുള്ളതും വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട് അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ഒരിനം നെല്ലാണ് പൊക്കാളി കൃഷി എന്ന് പറയുന്നത്. പൊക്കാളി കൃഷി. ഓക്കെ, അപ്പൊ കോൾനിലങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ പൊക്കാളി കൃഷിയാണ് ഉപയോഗിക്കുന്നത്. തൃശ്ശൂർ പൊന്നാനി കോൾനിലങ്ങളുടെ വികസനത്തിന് കേരള സർക്കാർ രൂപീകരിച്ച ഏജൻസിയാണ് തൃശ്ശൂർ മലപ്പുറം കോൾലാൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, ഇനി ജില്ലകളും ആ ജില്ലകളുടെ സവിശേഷതകളുമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്ന് നോക്കാം. കേരള സംസ്ഥാനം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാനം എന്നാ നിലവിൽ വന്നേ? നമ്മുടെ ഈ പറയുന്ന കേരളം എന്നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്? 1956 നവംബർ 1. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാനം എന്നാ നിലവിൽ വന്ന 1956 നവംബർ 1. 1956 കേരളം രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? 5 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെയാണ് നമ്മുടെ തിരുവനന്തപുരം, രണ്ടാമത്തെ ഏതാണ്? കൊല്ലം, മൂന്നാമത്തെ ഏതാണ്? കോട്ടയം, നാലാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത്? നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. 4 തൃശ്ശൂർ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മലബാറാണ്. ഓക്കെ, മലബാർ, കോഴിക്കോട് മലബാർ. അപ്പൊ അങ്ങനെ ബാക്കി ഭാഗം മലബാർ എന്ന ലെവലിലാണ് വ്യാപിച്ചിരുന്നത്. അപ്പോൾ കേരളം 1956 രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5 ആണ്. ഓക്കെ, ഇനി ജനസംഖ്യ സെൻസസ് റിപ്പോർട്ട് പ്രകാരം കേരള സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിൽ എത്രയാണ്? 3,34,661 ആണ് നിലവിൽ വരുന്നത്. ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.91 ആണ്. ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.91 ആണ്. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ. ജില്ലകൾ 14. തലസ്ഥാനം തിരുവനന്തപുരം. വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്? ഇതുവരെയും ഏതായിരുന്നു? അതിൽ നിന്നും മാറി ഇന്ന് ഏതായിട്ട് മാറി? നമ്മുടെ ഇടുക്കിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. ഏതാന്ന് ചോദിച്ചാൽ ഇടുക്കി. ഈ കാണുന്ന ഇടുക്കിയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് പറയുന്നത്. ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കിയാണ്. ഓക്കെ,
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെയും ഭാഗമായിരുന്ന 12,718.5095 5095 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. ഓക്കെ, അപ്പോൾ ഏത് സ്ഥലമാണ്? അതായത് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ല കുട്ടമ്പുഴ വില്ലേജിന്റെയും ഭാഗമായിരുന്ന എത്രയാണ്? 12,718.5095 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. ഇടുക്കിയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 4,612 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കിയുടെ ആകെ വിസ്തീർണം. പാലക്കാടിന്റെ ആകെ വിസ്തീർണം 4,482. വിസ്തീർണത്തിൽ എറണാകുളത്തിന്റെ സ്ഥാനം 5 ആണ്. മുമ്പ് എറണാകുളത്തിന്റെ സ്ഥാനം 4 ആയിരുന്നു. എറണാകുളം പുതിയ വിസ്തീർണം 2,924 ചതുരശ്ര കിലോമീറ്റർ ആണ് എറണാകുളത്തിന്റെ. പഴയത് 3,068 ആണ്. 4ാം സ്ഥാനം തൃശ്ശൂരാണ് 3,032. 1907 മുമ്പ് ഇടുക്കിയായിരുന്ന 1ാം സ്ഥാനത്ത്. എന്നാൽ 1997 ജനുവരി 1 ദേവികുളം താലൂക്കിൽ നിന്ന് കുട്ടമ്പുഴ വില്ലേജ് എറണാകുളത്തെ കോതമംഗലം താലൂക്കിലേക്ക് ചേർത്തതോടെയാണ് ഇടുക്കി 2ാമതായത്. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, നമുക്കറിയാം. ഇനി കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 152, ഗ്രാമപഞ്ചായത്ത് 941, റവന്യൂ ഡിവിഷൻ 27, റവന്യൂ വില്ലേജ് 1,666, താലൂക്ക് 78, താലൂക്കുകൾ 78 ആണ് താലൂക്കുകൾ. കോർപ്പറേഷൻ 6 ആണ്. നഗരസഭാ മുനിസിപ്പാലിറ്റി 87, നിയമസഭാ മണ്ഡലം 140, നിയമസഭാ അംഗങ്ങൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ളത് 140. അതേപോലെ തന്നെ എന്താണ്? കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിലെ പട്ടിക വർഗ സംവരണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ഓക്കെ, ലോകസഭാ മണ്ഡലങ്ങൾ 20, അതേപോലെ ലോകസഭാ സംവരണ സീറ്റുകൾ 2. രാജ്യസഭാ സീറ്റ് 9 ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21. അതേപോലെ വിദ്യാഭ്യാസ ജില്ലകൾ എന്ന അടിസ്ഥാനത്തിൽ ഏതാണ്? 41. വിദ്യാഭ്യാസ ജില്ലകൾ 163, യൂണിവേഴ്സിറ്റികൾ 15, മെഡിക്കൽ കോളേജുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ എത്രയാണ് ടോട്ടൽ മെഡിക്കൽ കോളേജ്? 14 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ഓർത്തു വെക്കുക. അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് ഏത്? ആന. ഓക്കെ, ശാസ്ത്രീയ നാമം എന്താണ് ആനയുടെ? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്ന പേരാണ്. ഓക്കെ, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ശാസ്ത്രീയ നാമം ബ്യൂസിറോസ് ബൈക്രോണിക്സ്. ഓക്കെ, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്, എക്ട്രോപ്ലസ് സുരിറ്റൻസ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്, കോക്കസ് ന്യൂസിഫെറ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കാസിയോ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ. ഇളനീർ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിന്റെ സംസ്ഥാന ശലഭം ബുദ്ധിമയൂരിയാണ്. ബുദ്ധമയൂരി, ചിലവര് ബുദ്ധിമയൂരി എന്ന് പറയും. അപ്പൊ ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ശലഭം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തു വെച്ചോ. ചിലപ്പോൾ എന്താണ് ചോദിക്കാനുള്ള ചാൻസ് ഉറപ്പാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പൊ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെ? കേരളത്തിലെ ഔദ്യോഗികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഔദ്യോഗിക മൃഗം, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക മത്സ്യം. ഓക്കെ, ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഇതിൻ്റെ അകത്ത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത്, അതായത് ഇതാണ് നോർത്ത്, മുകളിൽ നോർത്ത്, താഴെയാണ് എന്ത്? സൗത്ത്. അതായത് വടക്ക് തെക്ക് എന്നാണ് പറയുന്നത്. മുകളിൽ വടക്ക്, താഴെ തെക്ക്. അപ്പോൾ ഇന്ത്യയിലെ അതായത് കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏത്? തിരുവനന്തപുരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കിടക്കണം നമ്മുടെ കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ തെക്കേ അറ്റത്ത് ഏതാണ്? നെയ്യാറ്റിൻകരയാണ് താലൂക്ക്. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ദേ കിടക്കണു മഞ്ചേശ്വരം. ഓക്കെ, ഇവിടെയാണ് മഞ്ചേശ്വരം. അപ്പോൾ എന്താണ് മഞ്ചേശ്വരം സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക്. ഓക്കെ, ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ദേശീയ അസംബ്ലി മണ്ഡലം ചോദിച്ചാൽ
അത് നെയ്യാറ്റിൻകരയാണ്. എന്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ളതാണെങ്കിലോ അത് ഏതായിരിക്കണം? മഞ്ചേരിയാണ്, മഞ്ചേരി. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് ഏത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക്? മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെയ്യാറ്റിൻകര. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. വടക്കേ അറ്റത്താണെങ്കിലോ അത് മഞ്ചേശ്വരമാണ്, മഞ്ചേശ്വരം. ഓക്കെ, ഇനി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമമാണ് കളിയിക്കാവിള. അതായത് ഇവിടെയാണ് കളിയിക്കാവിള. അതേപോലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം അത് തലപ്പാടി. വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഓക്കെ, ഇനി കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. കാരണം നമ്മൾ ഭൂപടം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇതെല്ലാം എന്ത് ചെയ്തോളും? പതിഞ്ഞോളും. പോപ്പുലേഷൻ ഫാക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ, ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ചോദിച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്? 2.76%. ജനസംഖ്യ കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം 13.45. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലകളാണ് പത്തനംതിട്ട, ഇടുക്കി. -3ഉം -1.8ഉം. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ്, -3.12. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084. കുട്ടികളുടെ ലിംഗാനുപാതം 1964. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ്, 1136. അതേപോലെ തന്നെ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി, 1006. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടാണ്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് മല്ലപ്പള്ളിയാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കണ്ണൂരാണ്. ഓർത്തു വെച്ചോ, 1 മാർക്കാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജാണ് കണ്ണൻദേവൻ ഹിൽസ്. കണ്ണൻദേവൻ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഇടുക്കിയിലാണ്. കണ്ണൻദേവൻ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇടുക്കിയിലാണ്. അതേപോലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ, ഇടുക്കിയാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 3ആണ്. 1ാം സ്ഥാനം ബീഹാർ, 2ാം സ്ഥാനം പശ്ചിമ ബംഗാളാണ്. കേരളത്തിലെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കിയാണ്. നഗരവാസികൾ കൂടുതലുള്ളത് എറണാകുളം. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവാണെങ്കിൽ വയനാടാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ളത് ആലപ്പുഴയിലാണ്. ഓക്കെ, ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കുറവുള്ള ജില്ല മലപ്പുറം. മുസ്ലിങ്ങൾ കൂടുതലുള്ളത് മലപ്പുറം. ശതമാനാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കൂടുതൽ മലപ്പുറം. ശതമാനാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കുറവുള്ളത് പത്തനംതിട്ട. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ എറണാകുളമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ഉള്ള ജില്ല കോട്ടയം. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളുള്ള ജില്ല മലപ്പുറം. കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. 7 വീതമാണ്. എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ 7 വീതം. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് മലപ്പുറം 94. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് വയനാട്. ഏറ്റവും കൂടുതൽ നഗരസഭ ജില്ലകൾ എറണാകുളം 13ആണ്. ഏറ്റവും കുറവ് നഗരസഭ ഉള്ള ജില്ല ഇടുക്കിയാണ്. ഓക്കെ, വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറയാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലുവയാണ്. ഓക്കെ, ഇനി കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല തൃശ്ശൂരാണ്. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഏറ്റവും കൂടുതൽ താലൂക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ളത്? കുന്നത്തൂരാണ്. ഏറ്റവും കുറച്ച് വില്ലേജ് താലൂക്കുകൾ കുന്നത്തൂര്. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമ്മളിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളാണെങ്കിൽ വയനാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ളത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ളത് വയനാട്. ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ളത് കണ്ണൂർ. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ളത് വയനാട്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. സ്വകാര്യ
അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം. എ പി യു പി ഹൈസ്കൂൾ, എൽ പി യു പി ഹൈസ്കൂളാണ് ഉദ്ദേശിക്കുന്നത്. എൽ പി യു പി ഹൈസ്കൂൾ എന്താണ് വിഭാഗങ്ങളായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ളത് വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കൊല്ലമാണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെച്ചേക്കുക. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എന്താറുണ്ട്, ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട്. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം കേരളമാണ്. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ കേരളമാണ്. സാക്ഷരത 93.91, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെച്ച ഒരു മാർക്കാണ്. എന്ത്, കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് 93.91. പുരുഷ സാക്ഷരത 96.02, സ്ത്രീ സാക്ഷരത 91.98. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയം, സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാട്. അപ്പൊ സാക്ഷരത ഏറ്റവും കൂടുതൽ ഏത് ജില്ലക്കാർക്കാ? കോട്ടയം ജില്ലക്കാർക്കാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ലയോ? അത് വയനാടാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് നെടുമുടി ആലപ്പുഴ. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂരാണ്. അതേപോലെ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂര്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമാണ് കോട്ടയം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. അതേപോലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചങ്ങനാശ്ശേരിയാണ്. സാക്ഷരതയിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട് ആലപ്പുഴ. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ്. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലക്കരയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹേർട്ടാക്കി സെറ്റാക്കി പോവുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ കോളേജ് CMS കോളേജാണ് 1817. മഹാരാജാസ് കോളേജ് എറണാകുളം. അതേപോലെ മലബാറിലെ ആദ്യ കോളേജാണ് വിക്ടോറിയ കോളേജ് പാലക്കാട്. കേരളത്തിലെ ആദ്യ ലോ കോളേജാണ് എറണാകുളം ലോ കോളേജ്. കേരളത്തിലെ ആദ്യ വിമൻസ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻസ്. കേരളത്തിലെ ആദ്യത്തെ സാങ്കേതിക കോളേജ് തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സാങ്കേതിക കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് 1999 ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചു. കേരളത്തിലെ സർവകലാശാലകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കേരള സർവകലാശാല തിരുവനന്തപുരമാണ്. നിലവിൽ വന്ന 1957. ആദ്യ വൈസ് ചാൻസലറാണ് ജോൺ മത്തായി. കാലിക്കറ്റ് തേഞ്ഞിപ്പാലം 1968 ഡോക്ടർ M ഗാനി. കേരള സർവകലാശാല വെള്ളാനിക്കര 71 N ചന്ദ്രബാബു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് കളമശ്ശേരിയാണ് എറണാകുളം. നിലവിൽ വന്നത് 1971. ആദ്യ ചാൻസലർ ആരാ? ജോസഫ് മുണ്ടശ്ശേരി. ഇപ്പോഴത്തെ ചാൻസലർ ആരാണ് ഇവരുടെ എന്നൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മഹാത്മാഗാന്ധി അതിരമ്പുഴ 1983 AT ദേവസ്യ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം 93 R രാമചന്ദ്രൻ നായർ. കണ്ണൂർ സർവകലാശാല താവക്കര 96. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ എന്ന് വെച്ചാൽ നുവാൽസ് കളമശ്ശേരി 2005. കേന്ദ്ര സർവകലാശാല തേജസ്വിനി ഹിൽസ് 2009. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസ് പനങ്ങാട് 2010. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തങ്ങാലൂർ 2010. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി തിരൂർ. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം. ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി 2020 തിരുവനന്തപുരത്താണ് വന്നത്. ഓക്കെ, അതേപോലെ സ്വരാജ് ട്രോഫി 2021-22 ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. പ്രാദേശിക ദിനങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് ജനുവരി 2 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 2 മന്നൻ ജയന്തി. മാർച്ച് 12 വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനം എന്ന് പറയുന്നത് മാർച്ച് 12. മാർച്ച് 17 കുടുംബശ്രീ ദിനം എന്നാ ചോദിച്ചാൽ മാർച്ച് 17. ഇനി എന്നാണ് ജൂൺ 19 വായനാ ദിനം. ഓഗസ്റ്റ് 29 ജീവകാരുണ്യ ദിനം. ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം. ഒക്ടോബർ 4 ഗജദിനം. ഒക്ടോബർ 13 കായിക ദിനം. നവംബർ 1 കേരളപ്പിറവി. ചിങ്ങം 1 കാർഷിക ദിനം. ഓക്കെ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
എന്നാണ്? ചിങ്ങമാസം 1-ാം തീയതിയാണ്. ചിങ്ങമാസം 1-ാം തീയതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചോ. ഒരു മാർക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കറിയാം ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് കേരളം, ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം കേരളം, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് കേരളം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ, കേരളത്തിന്റെ നെതർലൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്, പമ്പയുടെ ദാനം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് പമ്പയുടെ ദാനം കുട്ടനാട്, ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട്, കേരളത്തിന്റെ മത്സ്യത്തൊട്ടി കുട്ടനാട്, കേരളത്തിന്റെ നെല്ലറ കുട്ടനാട്, കുട്ടനാടിന്റെ കവാടം ചങ്ങനാശ്ശേരി, 5 വിളക്കുകളുടെ നാട് ചങ്ങനാശ്ശേരി, കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് ഏതാ? നെല്ലിയാമ്പതിയാണ്. കേരളത്തിന്റെ മാങ്ങാ നഗരം മുതലമട, കേരളത്തിന്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ, കേരളത്തിന്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മറയൂരാണ്. ഓക്കെ, അതേപോലെ തന്നെ ശില്പനഗരം കോഴിക്കോട്, സത്യത്തിന്റെ തുറമുഖം കോഴിക്കോട്, കേരളത്തിന്റെ ഊട്ടി വയനാട്, തറകളുടെയും തിറകളുടെയും നാട് കണ്ണൂർ, ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? കാസർഗോഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസായി ബന്ധപ്പെട്ട് നമുക്ക് എന്തിലേക്ക് ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം ജില്ല, അതേപോലെ തന്നെ 14 ജില്ലകൾ, 28ഓളം സ്റ്റേറ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും പുരസ്കാരങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് അവാർഡ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള ദിവസങ്ങളിൽ ഈ വീഡിയോൻ്റെ റെസ്പോണ്ട് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദി. ഇങ്ങനെ തന്നെ തുടർന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. ഫാരിൻ കൊമ്പനാടൻ. താങ്ക് യു.